വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ഒരു ലേഡിയുടെ വയറ്റിൽ, അതായത് സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവമായിരുന്നു കുറച്ച് ദിവസം മുന്നേ തൊട്ട് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതിന് ഈ പറയുന്ന UDF അതിനെ ആയുധമാക്കി, അതായത് വീണ ജോർജിനെതിരെ ഇപ്പം ഇലക്ഷൻ അടുത്ത സമയത്ത് സർക്കാരിനെതിരെ എന്തെങ്കിലും ഒക്കെ കിട്ടിയാൽ അതിനെ ആയുധമാക്കാൻ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ അല്ലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി എന്തായാലും ശ്രമിക്കും. പക്ഷെ ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റു പറ്റി എന്നറിഞ്ഞപ്പോൾ സർക്കാർ തലത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചെയ്തു. ആ അബദ്ധം പറ്റിപ്പോയ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയ ആ സ്ത്രീക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഓപ്പറേഷനും കഴിഞ്ഞു, അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തു. ഇതിനെക്കുറിച്ച് വീണ ജോർജ് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയും കൊടുത്തു. ഒളിച്ചോടി പോവുകയോ ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഇങ്ങനെയെല്ലാം ഉള്ള സന്ദർഭങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ മന്ത്രിക്ക് നേരെ KSU പിള്ളേര് ആക്രമണം നടത്തി. പരിക്കുണ്ട് വീണ ജോർജിന്. വീണ ജോർജ് ഇപ്പം ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്താണ്, അതായത് ഇങ്ങനൊരു ഈ അക്രമം എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു അക്രമമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കാര്യങ്ങൾ പോകുന്നത് എന്താണ്? ഇത് ഒരുപക്ഷെ നമ്മുടെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു മന്ത്രി വീണ ജോർജ് തന്നെയാണ്, ആരോഗ്യവകുപ്പ് മന്ത്രി. അതിനു മുൻപ് കുറെ കാലം എനിക്ക് തോന്നുന്നു കുറച്ചധികം കാലം ഈ കോവിഡിന്റെ ഒക്കെ ശേഷം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചർക്കാണ്. അപ്പൊ അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രിമാർക്ക് കാലങ്ങളായി ഈ UDF നേതാക്കന്മാർ അല്ലെ പ്രതിപക്ഷത്തിരിക്കുന്നവർ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതിന്റെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ഇങ്ങനെയൊരു നെഗ്ലിജൻസ് ഉണ്ടായി. അതുണ്ടായി 2021 നടന്ന സംഭവമാണ്. കോവിഡിന് ശേഷം ഉണ്ടായ ഒരു സംഭവം. ശരി, അത് എന്ന് നടന്നിരുന്നാലും അത് ഡോക്ടർമാരുടെ കർത്തവ്യ വിലോപത്തിന്റെ അല്ലെങ്കിൽ നെഗ്ലിജൻസിന്റെ ഏറ്റവും മകുടോദാഹരണം എന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷേ ഒരു മന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഈ വിഷയം ഇതിനു മുമ്പ് ചർച്ചയ്ക്കെടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വീണ ജോർജ് അല്ല ഇവരെ സർജറി നടത്തിയിരിക്കുന്നത്, ശൈലജ ടീച്ചർ അല്ല സർജറി നടത്തിയിരിക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല ഈ പറയുന്ന പേര് ഞാൻ വിട്ടുപോയി, ശോഭ എന്ന മറ്റുമാണ് അവരുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇവരെ സർജറി നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് അവിടുത്തെ ഡോക്ടർമാരുടെ കുറ്റകരമായ അനാസ്ഥ മൂലമാണ് ഇങ്ങനെ ഒരു സംഭവം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. ഇതിനു മുമ്പ് പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഇങ്ങനെ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഒരു കേദാരമായി കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്രയൊക്കെ നടപടികൾ അവിടെ ഉള്ളവർക്കെതിരെ എടുത്താലും ശരി, അവരാരും നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പൊ നമുക്കറിയാം, ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് മുതൽ അങ്ങോട്ട് നീളുകയാണ് അലംഭാവത്തിൻ്റെതായ അഹങ്കാരത്തിൻ്റെതായ ഒരു മുഖമുദ്രകളായി ഓരോരുത്തരും ഓരോ സ്റ്റാഫുകൾ മാറുന്ന കാഴ്ച നമുക്ക് കാണാം. അവിടേക്ക് ഒരു രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനോ അതല്ല ഒരു രോഗിയെ കാണാനായിട്ട് ചെല്ലുന്ന ഒരു വിസിറ്ററോ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നേരെ കാണിക്കുന്ന അങ്ങേയറ്റത്തെ തോന്നിവാസം നടക്കുന്ന സ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മെഡിക്കൽ കോളേജുകൾ. ഉദ്യോഗസ്ഥരാണ് അതിന്റെ ക്രെഡിബിലിറ്റി പലപ്പോഴും നശിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് വീണ ജോർജിനെ തടഞ്ഞു നിർത്തുക, ആക്രമിക്കുക, ഇതൊരു പൊളിറ്റിക്കൽ ഗെയിൻ ആണ്, അല്ലാതെ വേറൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് ഈ പറയുന്ന KSUവിനും അറിയാം, UDFനും അറിയാം. ഇതിപ്പോ UDFിൽ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ അറിയാതെ KSUക്കാർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് വീണ ജോർജിനെ തടഞ്ഞു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്രമിച്ചു, തടഞ്ഞു എന്നല്ല പറയുന്നത്, ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം ഇവരുടെ അറിവില്ലാതെയാണോ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇവരുടെ അറിവോടുകൂടി തന്നെയാണ്. എങ്ങനെയാണ് ഈ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ എന്ത് ബേസിലാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസും ഈ KSUക്കാരും കൂടെ കയറി വീണ ജോർജിന്റെ നേരെ ചാടി കയറി ചെല്ലുന്നത്? അറ്റ്ലീസ്റ്റ് ഒരു സ്ത്രീ ആണെന്നുള്ള പരിഗണനയെങ്കിലും കൊടുക്കേണ്ടതല്ലേ? ഈ വീണ ജോർജ് പോകുന്ന വഴിയിലെല്ലാം കരിങ്കൊടി കാണിച്ചോളുക. ഇവർ ഈ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ഉണ്ടല്ലോ, കഴിഞ്ഞ 10 വർഷമുണ്ട് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് ഒരു ജനകീയ സമരം പറയട്ടെന്നേ. ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നിന്നുകൊണ്ട് P. രാജീവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് എത്രയോ സമ്മേളനങ്ങൾ കൂടി ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഇവിടുത്തെ നേതൃത്വം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ ധൈര്യമില്ല. അടിയന്തര പ്രമേയം കൊണ്ടുവരും. അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് കാണുന്ന കാഴ്ച എന്താ? അടിയന്തര പ്രമേയം അങ്ങോട്ട് വരിക, സർക്കാർ പൊളിച്ച് കൈ കൊടുക്കുക. ഇതാണ് നിയമസഭയിൽ കണ്ടുകൊണ്ടിരുന്ന സ്ഥിരമായി കണ്ട കാഴ്ച. തന്നെയാണ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ പോലുള്ള ധൈര്യം അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്? പ്രതിപക്ഷം സമരം ചെയ്യുക, വാക്കൗട്ട് ചെയ്യുക. ഇതാണ് സഭയിൽ കാണുന്നത്. അവസാനത്തെ സമ്മേളനത്തെ പോലും അതാണ് നമ്മൾ കാണുന്നത്.
ഇവിടെ വീണ ജോർജിന് കരിങ്കൊടി കാണിക്കേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത് കേരളത്തില്? അല്ല, കരിങ്കൊടി കാണിച്ചു, അത് അവരുടെ സ്ഥിരം ഈ പറയുന്ന പ്രതിഷേധത്തിന്റെ പാറ്റേൺ ആണ് അത്. എന്ത് വന്നാലും കരിങ്കൊടിയായിട്ട് അല്ലെ ഒരു കറുത്ത തുണിയും കൊണ്ട് റോഡിലിറങ്ങും. പക്ഷെ ഇതല്ല, വീണ ജോർജിന് പരിക്കുണ്ട്, അത് പരിക്ക് പറ്റിയിട്ടുണ്ട്, ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. നമ്മളെല്ലാം അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം കണ്ടതാണ്. ആ രീതിയിൽ അക്രമാസക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. അത് എന്തിനാണ് ഈ അക്രമം കാണിക്കുന്നത്? മനസ്സിലാവാത്ത കാര്യം ഇതാണ്. ഇനി ഇപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്ക് ചില ആൾക്കാര് പണ്ട് ഉമ്മൻചാണ്ടിക്ക് കല്ലേറുണ്ടാ കിട്ടിയെന്നും പറയുന്നുണ്ട്. പക്ഷെ ആ കല്ലേറ് സംബന്ധിച്ച് ഇപ്പോഴും സംശയം മുന്നിലുണ്ടെന്നേ. ആരാ കല്ലെറിഞ്ഞത്? ഇനോവ പോലെ ഒരു വാഹനത്തിന്റെ കല്ല് പൊട്ടിയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ ഗ്ലാസ്സിലൂടെ കയറി വന്ന ഒരു കല്ല് ഉമ്മൻചാണ്ടിയുടെ ശരീരത്തിലും കൊണ്ട് ആ കല്ല് മറ്റേ പിന്നെ വിൻഡോ വഴി പുറത്തേക്ക് വന്നു. ഗ്ലാസ് പൊട്ടിച്ചെതിരുന്ന എങ്ങോട്ടാ? പുറത്തേക്കാണ് വീഴുന്നത്. അകത്തുനിന്ന് എയർ വന്നാലല്ലേ പുറത്തോട്ട് ഗ്ലാസ് വീഴും. അതും ഒരു വാഹനം, നമുക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമല്ലേ. നമ്മളെല്ലാം വാഹനം ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ വാഹനത്തിലും പലതും വീഴാറുമുണ്ട്, ഗ്ലാസ്സുകളിലൊക്കെ. അപ്പം ഇതില് വന്ന് വീഴുന്ന കല്ല് പിന്നെ ഒരു ചില്ല് പൊട്ടിയിട്ട് പുറത്തേക്കാണോ തെറിക്കുക? അപ്പൊ അതിലിപ്പോഴും നമുക്ക് സംശയമുണ്ട്. അപ്പം വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്, കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു മന്ത്രിയാണെന്നേ, ഒരു മന്ത്രിയാണ്. സെക്യൂരിറ്റി, അത്രയും സെക്യൂരിറ്റി സംവിധാനത്തോടു കൂടി പോകുന്ന ഒരു മന്ത്രിയാണ്. ഒരു പോലീസ് സംവിധാനത്തിന്റെ അകമ്പടിയിൽ നിൽക്കുന്ന ഒരു മന്ത്രിക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ കേരളത്തിലെ ബാക്കിയുള്ള ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ചു. ഇവര് നിയമം കയ്യിലെടുക്കാൻ ഇവർക്കാണ് അധികാരം കൊടുത്തത്? അല്ലെ വീണ ജോർജാണോ സർജറി നടത്തി? വീണ ജോർജിനെതിരെ ഇത്രത്തോളം അധിക്ഷേപം കോരിച്ചൊരിയാൻ, ഇങ്ങനെ ഒരു വലിയ സമരം നടത്താൻ എന്തൊരു അതിക്രമമാണ് കാണിക്കുന്നത്? തെറ്റല്ലേ? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ UDF കൺവീനർ വരെ തയ്യാറായെന്നേ. UDF കൺവീനർ പോലും അതിനെ ന്യായീകരിക്കുകയാണ്. അതിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം CPM ഏറ്റെടുക്കണമെന്ന് പറയുന്നത്. എങ്ങനെ ധാർമ്മികമായ ഉത്തരവാദിത്വം CPM എന്താ ഏറ്റെടുക്കും? ഇവിടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും കാര്യം കഴിഞ്ഞ 10 വർഷത്തോളം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് UDF എന്ന് പറയുന്ന മുന്നണിയുടെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു സംഘടനയുടെ ഗതികേട്. എങ്ങനെയും ഭരണം പിടിക്കണം, അത് ഏത് മന്ത്രിയെ കൊന്നിട്ടാണെങ്കിൽ പോലും വേണ്ടില്ല, എങ്ങനെയും ഭരണം പിടിക്കുക എന്ന് പറയുന്ന ഒരു നിഷ്ഠൂരമായ രീതിയിലേക്ക് ഇവിടുത്തെ KSUയുടെ അലോഷ്യസ് സേവ്യറാണ്. ഞങ്ങൾ അവരൊന്നും ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. ഇതൊക്കെയാണ് ന്യായീകരണം. അവിടെ നടന്ന സംഭവം എന്താണെന്നുള്ളത് പൊതുജനത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് ശരിക്കും ഈ UDF വരിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ടത്തരം അതാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സാധ്യത ജനങ്ങൾക്കുള്ളിൽ, എന്തിനാണ് വീണ ജോർജിനെ കല്ലെറിയുന്നത്? ഇത് നമുക്ക് മനസ്സിലായി. വീണ ജോർജിന്റെ തുടക്കം മുതൽ തന്നെ നമുക്കറിയാം, വീണ ജോർജ് അധികാരമേറ്റ കാലം മുതൽ തന്നെ ഇങ്ങോട്ട് വീണ ജോർജിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പട പ്രവർത്തിക്കുന്നത്. UDFന്റെ ഒരു പട എന്ന് തന്നെ ഞാൻ പറയും. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീണ ജോർജിനെ അറ്റാക്ക് ചെയ്യുക, അവർക്കെതിരെ കള്ളക്കഥകൾ മെനയുക. ഇതൊക്കെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ആൾക്കാർ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, വീണ ജോർജ് അത്രയ്ക്ക് തെറ്റുകാരിയാണെങ്കിൽ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്യൂ, അല്ലെങ്കിൽ സഭയിൽ ഉന്നയിക്കൂ ആരോപണം. സഭയിൽ ആരോപണം ഉന്നയിച്ചാൽ പോലെ തെളിവുകളടക്കം സഭയിൽ നിരത്തി വെച്ച് പ്രസ്താവിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് കരിങ്കൊടി, കുറെ കരിങ്കൊടി ഇവിടെ. ഇപ്പോ വീണ ജോർജിന് ഈ അക്രമത്തില് കഴുത്തിന് എന്തോ വേദന പോലെ, അപ്പം വിഷ്വൽസിലൊക്കെ അത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ ഈ ഓരോ വാർത്തയുടെ അടിയിൽ വരുന്ന കമന്റുകളിലും പറയുന്നത് ഗംഭീര അഭിനയമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അഭിനയിച്ച ഒരാളല്ലേ ഷാഫി പറമ്പിൽ? ശരി, ഓപ്പറേഷൻ ഷാഫി പറമ്പിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂക്കിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാണ് ഷാഫി പറമ്പിൽ. പാലം പൊട്ടിട്ട് മീശ താടി എടുക്കാതെ സർജറി നടത്തിയ ഒരു ഹോസ്പിറ്റലാണ് കോഴിക്കോട്, ഒരു സ്വകാര്യ ആശുപത്രി, ബേബി മെമ്മോറിയൽ. മീശയും താടി വെച്ചുകൊണ്ട് തന്നെ ഒരാളുടെ മൂക്കിന് സർജറി നടത്തുന്നു. അപ്പം അതുവരെ ചെയ്ത, അപ്പൊ അതെന്തിനു വരെ നാടകമായിരുന്നു? ആരെ രംഗത്തിറക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? ഈ പറയുന്ന ചെന്നിത്തലയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന VD സതീശനാണെങ്കിലും അവിടെ രണ്ടിടത്ത് പറവൂര് പോയി നിന്നിട്ട് കരഞ്ഞത് എന്ത് നാടകമായിരുന്നു? എന്തുതരം അഭിനയമായിരുന്നു? എന്നെ വാത്സല്യം കൊണ്ട് മൂടുകയാണ് ഈ നാട്ടുകാർ എന്നാണ് VD സതീശൻ പറഞ്ഞത്. എനിക്ക് പറവൂർ വിട്ടു കഴിഞ്ഞാൽ എന്നെ കരയിൽ പിടിച്ചിട്ട മീനെ പോലെ ഞാൻ കിടന്ന് ശ്വാസം മുട്ടിപ്പോകുന്ന പറയുന്നത്. അതെന്തുതരം അഭിനയമാണ്? ആലോചിച്ച് നോക്കൂ. അവിടെ പല പുനർജനി പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നാട്ടുകാരെ പറ്റിച്ച ഒരാളാണ് ഈ VD സതീശൻ. ആ VD സതീശൻ അവിടെ നാട്ടുകാർ മുമ്പ് ഇറങ്ങിയുന്നുണ്ട് പറയണം, എനിക്ക് കരയിൽ പിടിച്ചിട്ട് മീനെ പോലെ ആവും ഞാൻ പറവൂര് വിട്ടു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ വീണ്ടും എനിക്ക് പറവൂരിൽ തന്നെ മത്സരിക്കണം, അല്ല വേറെ ഒരിടത്ത് എനിക്ക് മത്സരിക്കണം. എനിക്ക് പറവൂര് മത്സരിക്കുകയും വേണം, എനിക്ക് ജയിക്കുകയും വേണം. ഇതാണ് ചെന്നിത്തല സെയിം ഡയലോഗുമായിട്ട് ഹരിപ്പാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്നെ ഇവിടെ എനിക്ക് എന്റെ നാട്ടുകാരെനിക്ക് നൽകുന്ന സ്നേഹം, വാത്സല്യം, കരുതൽ, പിന്നെ തലോടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അപ്പൊ എന്താണ്? അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ അഭിനേതാക്കൾ ഇല്ല എന്ന് മാത്രം KSUക്കാർ അല്ലെ കോൺഗ്രസ്സുകാർ പറയരുത്. ചെന്നിത്തലയുണ്ട്, നല്ല അഭിനേതാവാണ്. 2 VD സതീശൻ നല്ല അഭിനേതാവാണ്. ഷാഫി പറമ്പിൽ അതിനേക്കാൾ വലിയ അഭിനേതാവാണ്. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, തൊട്ടടുത്ത ആള് രാഹുൽ മാങ്കൂട്ടത്തിൽ, അവന്റെ അത്രയും അഭിനയിക്കാൻ അറിയാവുന്ന ഒരാൾ പോലും ഈ ഭൂമി ലോകത്തില്ല, അല്ലേ? കയ്യില് നാട്ടുകാരെ പറ്റിച്ച് പിരിച്ചു വെച്ച കാശ് കൈ വെച്ചുകൊണ്ട് അഭിനയിക്കുകയാണ്. മറ്റു വേറൊരാൾ T സിദ്ദിഖ്, നല്ല ഒന്നാം തരം അഭിനേതാവാണ്. അവിടെ സർക്കാരിന്റെ ഭൂമി
സർക്കാർ അവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ടൗൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ പോയി ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കുന്ന ഒരാളാണ്. പിന്നെ ഇവരുടെ വേറൊരു നേതാവുണ്ട്, നല്ല ഒന്നാമതൊരു അഭിനേതാവ് രാഹുൽ ഗാന്ധി. വേണേ കടലിൽ ചാടും, വേണേ തൈര് കൊണ്ട് തൈര് സാധം ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ കറി ഉണ്ടാക്കും. വലിയ നേതാവ് അവരുടെ. അപ്പൊ പുള്ളി കുറച്ചുകൂടെ വലിയ അഭിനേതാവാണ്. അതിനെക്കാട്ടി വലിയ അഭിനേതാവ് പുതിയൊരാളുണ്ട്, KC വേണുഗോപാൽ. അടുക്കള തോറും കയറി ഇറങ്ങി കപ്പയും പുഴുക്കും കഴിക്കലാണ് പണി, കപ്പപ്പുഴുക്കും ചമ്മന്തിയും. ഇതാണ് പുള്ളിയുടെ വീക്ക്നെസ്. എന്നാ PR വർക്കാണ്, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് സ്വിഗ്ഗിക്കാരുടെ ഫുഡ് ഡെലിവറി ബോയ്സിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സ്വിഗ്ഗിയുടെ പുറകെ കയറി യാത്ര ചെയ്യുക. എന്നിട്ട് എന്ത് പ്രശ്നം മനസ്സിലാക്കി? എന്നിട്ട് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒന്ന് അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അതെ, എല്ലാം തുടക്കം മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാം അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് നമ്മൾ നോക്കിയോളൂ, പിന്നെ അടുക്കള കയറിയിരിക്കുക. എന്നിട്ട് ഭയങ്കര വിലയാ എല്ലാത്തിനും ഒന്ന്, അല്ലേ? കപ്പ ഉണ്ടായിക്കൊണ്ട് അടുക്കള കയറുകയാണ്. അടുക്കള കയറി എന്നിട്ട് പറയാം കപ്പയ്ക്ക് വില കൂടി, ഗ്യാസിന് വില കൂടി. കേന്ദ്രത്തിൽ പോയി പറയുന്നേ എന്താ? അതിനുള്ള ചങ്കുറപ്പില്ലേ ഇവർക്കാർക്ക്? അതിനാണല്ലോ അവിടോട്ട് ഇരുത്തിയിരുന്നത് കുറച്ചാളെ പറഞ്ഞു. ഇപ്പം ആലപ്പുഴയിൽ നിന്ന് MP അല്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലും വാതിറന്ന് കമാന്നൊരു അക്ഷരം മിണ്ടിയോ? ഇവിടെ ഗ്യാസിന്റെ വില കൂടിയതിനെ കുറിച്ച് മിണ്ടിയോ? ഇല്ല. എന്നിട്ടാണ് അഭിനയം, വീണ ജോർജിന്റെ അഭിനയമാണെന്ന്. കൈ മുറിഞ്ഞിരിക്കുകയാണ്, കഴുത്തിന് വേദനയുണ്ട്, ആശുപത്രിയിൽ കിടക്കുകയാണ്. ആ സമയത്താണ് പറയുന്നത്. ഈ പറയുന്ന ഈ അഭിനയം ഇല്ലാത്ത ആൾക്കാരല്ല ഇവരുടെ കൂട്ടത്തിലുള്ള കാര്യം. ഈ പറയുന്ന എത്ര പേര് CPM-ന്റെ എത്ര പേര് അഭിനയിച്ചു നമ്മൾ നോക്കി, എത്ര പേര് അഭിനയിച്ചു? ഞാനിപ്പോ എണ്ണി ഇത്രയും പേരുടെ പേര് പറഞ്ഞില്ലേ. ഈ CPM-ലെ എത്ര പേര് അഭിനയത്തോടു കൂടി മാറി നിന്നിട്ടുള്ളത്? എത്ര മന്ത്രിമാർ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്? ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന പല നേതാക്കന്മാരും അവിടെ കിടന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ലാത്തി ചാർജ് കാണാൻ പോകണം. നമ്മൾ റിപ്പോർട്ടിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും. പലരും കളർ വെച്ച് പൊട്ടിക്കുകയാണ് നെറ്റിക്ക്. അങ്ങനെയുള്ള എത്ര യൂത്ത് കോൺഗ്രസ്സുകാർ നേതാക്കന്മാരുണ്ടെന്നറിയോ? എനിക്ക് അടി കിട്ടിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ബേളം വെക്കും. ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ലെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള തന്റെ ഇടമുള്ള നേതാക്കന്മാരുടെ ഒരു കൂട്ടമാണ് യൂത്ത് കോൺഗ്രസ്. അവരാണ് ഇപ്പൊ വീണ ജോർജ് അഭിനയിക്കുകയാണെന്ന് പറയുന്നത്. അത്രയ്ക്ക് മണ്ടന്മാരാണെന്ന് അവര്. ഒരു വനിതാ മന്ത്രിയെ, ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ, സംസ്ഥാനത്തിന്റെ ഒരു വകുപ്പ് മന്ത്രിയെ റെയിൽവേ സ്റ്റേഷനിലിട്ട് ക്രൂരമായി ആക്രമിക്കുന്നു. അത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? കേവലം 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിവന്മാർ മണ്ടന്മാരായിട്ടല്ലേ ഒരു മന്ത്രിയെ അവിടെ അങ്ങനെ ആക്രമിക്കുന്നത്? ഈ നാളെ ഒരു സമയത്ത് ഇവരുടെ കയ്യിലോട്ട് ഭരണം കിട്ടിയ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇവരിപ്പോ അധികാരം കൈ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് നെറിയേട് നടത്താൻ തയ്യാറായി നിൽക്കുന്നവരാണ് ഇവര്. അവർക്ക് നാളെ അധികാരം കൈ കിട്ടിയാലോ ജനങ്ങളോട് പോയി പണി നോക്കാൻ പറയും. ഇതിനു മുമ്പ് UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആരോഗ്യരംഗം എങ്ങനെയായിരുന്നു? ഭയങ്കര മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യരംഗമായിരുന്നു ഇവിടെ നമ്മുടെ കേരളത്തിൽ. എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ ഉള്ള ഒരു സ്വാമി മാമനോ അങ്ങനെ എന്തോ വിളിക്കുന്ന ഒരാളുണ്ട് തിരുവനന്തപുരം പേട്ടയ്ക്കടുത്ത്. അദ്ദേഹം എന്തുകൊണ്ടാണ് പിന്നെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന ദിനചര്യയുടെ ഭാഗമാണ് ഭക്ഷണം കൊണ്ടു കൊടുക്കും അവിടെ കിടപ്പ് രോഗികൾക്ക്. എന്തിനാണ് കൊണ്ടു കൊടുക്കുന്നത്? അന്ന് പണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ അവിടുത്തെ പിന്നെ ആശുപത്രിയുടെ ഗതികേട് കണ്ടിട്ട്, പട്ടിണി കിടക്കുന്ന മനുഷ്യക്കോലങ്ങളെ കണ്ടിട്ട്, വെറും നിലത്ത് പിന്നെ കിടക്കാൻ പോലും പിന്നെ ഒരു ബെഡ് പോലും ഇല്ലാതെ കിടന്ന ദീനരായി കിടന്ന മനുഷ്യരെ കണ്ടിട്ടാണ് അദ്ദേഹം അന്ന് ചോറ് കൊടുത്തു തുടങ്ങിയത്. ഇന്നും അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പിന്നെ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കൂപ്പുകുത്തിച്ചവരാണ്. അതിന്റെ തലപ്പത്തിരുന്ന മന്ത്രിക്ക് വേറെ ബെനാമിയിൽ വേറെ ആശുപത്രി ഉണ്ട്, സ്വകാര്യ ആശുപത്രി. സർക്കാർ ഇതിലേക്ക് വരുന്ന മരുന്നുകളെല്ലാം അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ അന്നത്തെ കാലത്ത് പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തകൾ ഇതൊക്കെയാണ്. അങ്ങനെ ഒരു ആരോഗ്യമന്ത്രി ഭരിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം. ആശുപത്രി കെട്ടിടങ്ങൾ പോലും മര്യാദയ്ക്ക് ഇല്ലാത്ത ഒരു നാടായിരുന്നു കേരളം. അതിൽ നിന്ന് എന്ന് വെച്ചാൽ ഇന്നത്തെ ബീഹാറിന്റെ അവസ്ഥയായിരുന്നു ശരിക്കും. അല്ലെ ബീഹാറിന്റെയോ ഉത്തർപ്രദേശിന്റെയോ മറ്റേത് ത്രിപുരയോ ഏത് സംസ്ഥാനമായിരുന്നു നോക്കിയോളൂ. പഞ്ചാബോ മഹാരാഷ്ട്ര ഏത് സംസ്ഥാനത്തെയും ആശുപത്രിയേക്കാൾ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു നമ്മുടെ ആശുപത്രികൾ. ഈ ആശുപത്രികളൊക്കെ ഇന്ന് മാറിയില്ലേ? ഇന്ന് നമുക്കൊരു ആംബുലൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായി ഒരു വിരൽത്തുമ്പിൽ 108 ആംബുലൻസുകൾ ഇഷ്ടം പോലെ നമ്മുടെ നിരത്തിൽ ഓടുന്നില്ലേ? നമ്മൾ കാണുന്നില്ലേ ഇതെല്ലാം? പണ്ടൊരു ആംബുലൻസ് കിട്ടാതെ രോഗി മരിക്കുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആയിരുന്നു UDF-ന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന പിന്നെ ആരോഗ്യരംഗത്തെ വികസന പ്രവർത്തനങ്ങൾ. അങ്ങനെ അത് തിരിച്ചറിയാത്ത കുറെ പൊട്ടന്മാരാണ് ഇപ്പൊ ആരോഗ്യമന്ത്രിക്ക്. എന്തായിരുന്നാലും പിന്നെ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാര്യം ഇവരൊക്കെ ഇമാതിരി പണിയും കൊണ്ട് ഇനി 10 വോട്ടിന് വേണ്ടി ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് ഇവിടുത്തെ KSC-ക്കാരും UDF-കാരും പിന്നെ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന് തിരിച്ചറിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.